ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫ്രഞ്ച് കർവ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ. ഫ്രഞ്ച് കർവ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള സിമ്പിൾ ഐഡിയ, അത് നെക്ക് ഡിസൈനിങ്ങിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ള ഐഡിയ ആണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇരിക്കേണ്ട ശരിക്കും ക്യാൻവാസിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മൾ ന്യൂസ് പേപ്പർ, നമ്മൾ സാധാരണ പേപ്പറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് പേപ്പർ ആകുമ്പോൾ കുറച്ചുകൂടി കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പേപ്പർ എടുത്തിരിക്കുന്നത്. ഇത് സ്ക്വയറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് നെക്ക് സ്ക്വയർ വരയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. അതായത് നമ്മളെപ്പോഴും മുകളിൽ നെക്കിൻ്റെ വൈഡിനേക്കാളും താഴെ കുറച്ച് കുറവിൽ വേണം നമ്മൾ താഴെ ഭാഗം എടുക്കാനായിട്ട് കേട്ടോ. നെക്കിന് വേണ്ട വൈഡ് മുകൾ ഭാഗത്ത് കൊടുത്തു. താഴത്തേക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മനസ്സിലായി. നെക്കിൻ്റെ ലെങ്ത്ത്, നെക്കിൻ്റെ ഇറക്കം, നെക്കിൻ്റെ ഡെപ്ത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നെക്കിൻ്റെ ഡെപ്ത്ത് എടുത്തു. ആ ഒരു അളവ് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്ക്വയർ വരയ്ക്കാം. എന്നിട്ട് സ്ക്വയർ വരച്ച ശേഷം നമ്മൾ എപ്പോഴും താഴെ ഭാഗത്ത് സ്ക്വയർ വരയ്ക്കുമ്പോൾ, കഴുത്തിൻ്റെ ഇറക്കത്തിൽ താഴെ ഭാഗത്ത് സ്ക്വയർ വരയ്ക്കുമ്പോൾ ഇതുപോലെ കുറച്ച് അളവ് കുറവിൽ എടുക്കാം കേട്ടോ എപ്പോഴും. അപ്പോൾ നമുക്ക് നല്ല ഡിസൈൻ ചെയ്യാൻ എളുപ്പമുള്ളൂ. ഇന്നത് ഔട്ടറിലോട്ട് കുറച്ച് ദൂരം കടത്തിയിട്ട് വെച്ചിട്ടുണ്ട്, വരച്ചിട്ട് പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് കർവ് എടുക്കാം. എന്ന ശേഷം ഇതുപോലെ അധികം കർവല്ല എന്നാൽ ഒരു ചെറിയ കർവ് എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? എടുക്കുക. നമുക്ക് ഈ ഒരു ഫ്രഞ്ച് കർവിൻ്റെ തന്നെ ഇതിനെ ഫ്രഞ്ച് കർവ് എന്നും ആംഹോൾ കർവ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വല്ലാണ്ട് ഡിസൈൻ, ഏത് തരം ഡിസൈൻ വേണമെങ്കിലും കൂടുതൽ കർവ് വരുന്ന ഭാഗത്ത് കൂടുതലായിട്ട് കുഴിച്ച് റൗണ്ട് ചെയ്ത പോലെ കിട്ടും. നേരി രീതിയിലായിട്ട് ആ ഭാഗം എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിക്ക് അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നമ്മളതിനെ കുറച്ചും കൂട്ടിയൊക്കെ എടുക്കുന്നു കേട്ടോ. അങ്ങനെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന, ഏത് ആളുകൾക്കും ഭംഗി വരുന്ന രീതിയിലുള്ള ഒരു നെക്ക് ഡിസൈനാണ് കേട്ടോ ഇപ്പോൾ വരച്ചത്. ഏത് ടൈപ്പ് ആൾക്കാരാണെങ്കിലും നമുക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു നെക്ക് ഡിസൈൻ വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കാം. പുറത്തുനിന്ന് ഔട്ടറിൽ എടുക്കുന്നത് വേണമെങ്കിൽ സ്ക്വയർ രീതിയിൽ എടുക്കാം, റൗണ്ട് രീതിയിൽ എടുക്കാം, സെയിം ഷേപ്പിൽ തന്നെയും എടുക്കാം. ഒരു 1/4 ഇഞ്ച് ആണ് നമ്മൾ ഔട്ടറിലേക്ക് കടത്തി വരയ്ക്കുന്നത്. അതേ ഷേപ്പിൽ തന്നെ എടുക്കാം. അത് അങ്ങനെയൊക്കെ എടുത്താലും നമുക്ക് ഔട്ടറിലേക്ക് എടുക്കുന്ന ഭാഗം ഈ രീതിയിലൊക്കെ എടുത്താലും കുഴപ്പമില്ല. സ്ക്വയർ എടുക്കാം, റൗണ്ട് എടുക്കാം, സെയിം ഷേപ്പിൽ എടുക്കാം. ഞാൻ സെയിം ഷേപ്പിൽ തന്നെയാണ് എടുത്തിട്ട് അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ 1/4 ഇഞ്ചാണ് എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് ക്ലോത്തിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുമ്പോഴൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പിൻ ചെയ്തിട്ടോ ചെയ്യാം. അല്ലെങ്കിൽ പിൻ ചെയ്ത് ഒരു 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന് പിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓടിക്കാണിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നടു ഫോൾഡ് ചെയ്തിട്ട്, അതായത് ക്യാൻവാസിൻ്റെ നടു ഫോൾഡ് ചെയ്തിട്ട് സെൻറ്റർ ഫോൾഡിങ് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഓടിക്കാണിയിൽ വെറുതെ ഒന്ന് ലെങ്ത്ത് കൂടിയ കാണി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ കെട്ടിടണ്ട, സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും കെട്ടിടണ്ട. അങ്ങനെ ആകുമ്പോൾ നമുക്കത് വെറുതെ ആവശ്യമുള്ള ഡിസൈൻ ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് അത് അഴിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പിന്നെ അഴിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. ഓടിക്കാണിലാണെങ്കിൽ അതങ്ങനെ വിട്ടുപോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനാണ് കിട്ടിയത്. അപ്പോൾ എല്ലാ ടൈപ്പ് ആളുകൾക്കും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്യൂട്ടായ ഒരു നെക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഇതിൽ ബ്ലാക്കിൽ വെക്കുമ്പോൾ ഈ നെക്കിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണും. ഒരു ആലില ഷേപ്പാണ് കേട്ടോ താഴത്തേക്ക് വരുന്ന രീതിയിൽ വരച്ചിരുന്നത്. അത്യാവശ്യം ഉള്ളൊക്കെ വൈഡുള്ള പോലെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് തരണം. പിന്നെ ഇത് യൂസ്ഫുള്ളായ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഉറപ്പായിട്ടൊരു കമൻറ്റ് ചെയ്യണേ.